ഹലോ ഗൈസ്, ഇന്ന് രാവിലെ കുറച്ച് അമ്പല ദർശനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഫേസ് ഫുള്ള് ടാൻ അടിച്ച് ഹെയർക്ക് ഫുള്ള് ഡ്രൈ ആയി ഭയങ്കര മെസ്സി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് മാറ്റി ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ തലയിലേക്ക് കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കാം. എണ്ണ തേച്ച് ഇങ്ങനെ മുടി കെട്ടി വെച്ച് കുളിക്കുമ്പോൾ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ. ഫേസ് നോക്ക് മൊത്തം ടാനാണ്. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് ഫേസൊക്കെ വാഷ് ചെയ്ത് നമുക്കിനി ഒരു നല്ല ഫേസ് പാക്ക് ഉണ്ടാക്കണം. ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് ഈ ടാനൊക്കെ ഒന്ന് കളയണം. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ നല്ല കടലമാവും, നല്ല കോഫി പൗഡറും പാലും. പക്ഷേ ആക്ച്വലി ഇതിൽ നിന്ന് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മുഖത്തും കയ്യിലും കാലിലൊക്കെ ഇടാം. ഞാനിപ്പോൾ അതിൻ്റെ 2 കൈയൊക്കെ വെയിലടിച്ച് ആകെ കരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കയ്യിലും എൻ്റെ ഫേസിലും കഴുത്തിലും ഒക്കെ മൊത്തം ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങി കിട്ടണം, അതാണ് ടാസ്ക്. ഇത്രയും തിക്ക് ലെയർ ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ഉണങ്ങാൻ. വെറുതെ ഇരുന്ന് റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ആ സമയം കൊണ്ട് വീട് മൊത്തത്തിലൊന്ന് അടിച്ച് വരാമെന്ന് കരുതി. അടിച്ച് വാരിയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതൊന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അങ്ങനെ അടിച്ച് വാരി വന്നപ്പോഴത്തേക്കും എൻ്റെ 2 കയ്യിലും ഇട്ടിട്ടുള്ളത് മൊത്തത്തിൽ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അങ്ങനെ കൈ ആദ്യം പോയി വാഷ് ചെയ്തിട്ട് വന്നു. എനിക്ക് ഒരു ചേഞ്ച് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം അത് അറിയാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോഴത്തേക്ക് ഫേസിൽ അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയി ഒന്ന് വിശാലമായി കുളിച്ച് ആ എണ്ണയൊക്കെ ഒന്ന് തേച്ച് കഴുകി ഈ ഫേസ് പാക്കൊക്കെ കളഞ്ഞിട്ട് വരാം. ഇതാ നോക്കി ഫേസൊക്കെ എന്ത് ബ്രൈറ്റ് ആയെന്ന് കണ്ടോ. എനിക്ക് നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കൂടി കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തായാലും നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിട്ട് കഴിയുമ്പോൾ കൈയൊക്കെ ഭയങ്കര ഡ്രൈ ആവും. ഞാൻ എന്താ ഇവിടെ വാസ്ലൈൻ്റെ ഒരു നല്ല മോയ്സ്ചറൈസർ എടുത്തിട്ട് കയ്യിലൊക്കെ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം നമ്മളൊരു ഫേസ് പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അവിടെയൊക്കെ നല്ല മോയ്സ്ചറൈസ് ചെയ്യണം. ഫേസിലേക്ക് ഞാൻ പോൺസിൻ്റെ ഒരു ജെൽ മോയ്സ്ചറൈസർ ആണ്. ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ഇതെൻ്റെ ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റുമാണ്. ഇത് ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. നല്ല റിസൾട്ടും കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇതാ ഞാനൊരു ലിപ് ബാമും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ റീസെൻ്റ് ആയിട്ട് ഒരുപാട് റിവ്യൂ കണ്ട് മേടിച്ചതാണ്. കെമിസ്റ്റേറ്റ് പ്ലെയിൻ്റെ ഒരു ലിപ് ബാം. അത് കഴിഞ്ഞിട്ട് അത് ഹെയറിലെ ഒരു സീറം കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ കാണിക്കുന്ന ഈ അലോവേര ജെല്ലട്ടല്ലേ എൻ്റെ ഭയങ്കര ഒരു ലൈഫ് സേവിങ് സാധനമാണ്. എൻ്റെ കാല് ഭയങ്കരമായിട്ട് വിണ്ട് കീറി ഭയങ്കര ശോക അവസ്ഥയിലിരുന്നതാണ് കേട്ടോ. ഇത് അച്ഛൻ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. ഇതിപ്പോൾ ഞാനൊരു 3-4 ദിവസമായിട്ട് കാലിൽ സ്ഥിരമായിട്ട് ഇടുന്നുണ്ട്. ഭയങ്കര ചേഞ്ച് കൊണ്ട് കാല് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം ഭയങ്കര പ്രൊഡക്റ്റീവ് ആയല്ലേ, അങ്ങ് ഭയങ്കര സന്തോഷമായി. സ്കിന്നും ഹെയറും ഒക്കെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇതാ രാവിലെ അമ്പലത്തിൽ പോയിട്ട് പ്രസാദം കൊണ്ടുവന്നു. എനിക്ക് കുളിച്ച് കഴിഞ്ഞ് അമ്പലത്തിൽ കുറി തൊടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് എത്ര പേർക്ക് ഉണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അമ്മ എന്താണെന്നല്ല കിടിലൻ ചിക്കൻ കറി വെക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. അമ്മേനെ തടസ്സപ്പെടുത്താതെ ഞാൻ തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി. കാര്യം അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി ചെന്ന് സഹായം ചോദിച്ചാൽ ചിലപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന വരില്ല. ഇനി കുറച്ച് മീ ടൈം ആസ്വദിക്കാമെന്ന് കരുതി എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ വൈകുന്നേരം